നമുക്ക് തിരുവല്ലയിലേക്കാണ് പോകേണ്ടത്. അവിടെ അനൂപ് ആന്റണി നടത്തിയ മികച്ച പ്രകടനം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. തിരുവല്ലയുടെ ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ്. അനൂപ് ആന്റണി 43,000 BJPയുടെ വോട്ട് ഷെയർ അവിടെ മാറ്റിയിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ മിഥുൻ മുരളി തിരുവല്ലയിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, അനൂപ് ആന്റണി നേരത്തെ തന്നെ തിരുവല്ലയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. ഇരു മുന്നണികൾക്കും വലിയ തലവേദനയായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ മാറി എന്ന കാര്യം സംശയമാണ്. കാരണം അവിടുത്തെ MLA-മാർ ചെയ്യാത്ത പണിയൊക്കെ അനൂപ് ആന്റണി അവിടെ ചെയ്തിരുന്നു കഴിഞ്ഞ 5 വർഷം. എന്തായാലും വോട്ട് ഷെയർ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 2026-ൽ താമര അവിടെ വിരിഞ്ഞില്ലെങ്കിലും 31-ൽ വിരിയും എന്ന വോട്ട് ഷെയർ വായിച്ചു പഠിക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. ഗൗതം, തിരുവല്ലയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ NDAയുടെ ശക്തമായിട്ടുള്ള സ്വാധീനത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റിമറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിലയിരുത്തൽ. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ മിക്കയിടത്തും മുന്നേറ്റം സാധ്യമാക്കാൻ അനൂപ് ആന്റണിയിലൂടെ തിരുവല്ലയിൽ NDAക്ക് സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ്. 44,000 വോട്ടിലേക്ക്, അത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി വോട്ട് ഷെയർ തിരുവല്ലയിൽ നേടാൻ NDAക്ക് സാധിച്ചു എന്നുള്ളത് വലിയ മുന്നേറ്റം തന്നെയാണ്. 30.54% വോട്ട് ഷെയർ വിഹിതമാണ് തിരുവല്ലയിൽ അനൂപ് ആന്റണിയിലൂടെ NDA കരസ്ഥമാക്കിയത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇത് നിരാശയ്ക്കുളവാക്കുന്ന ഒരു കാര്യമല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രവണത തുടർന്നാൽ ഉറപ്പായും തിരുവല്ല NDAയുടെ കൈകളിലാകും. തിരുവല്ലയിൽ താമര വിരിയും പിന്നെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ളതാണ് തിരുവല്ലയിലെ ഓരോ BJP NDA പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഉളവാക്കുന്ന കാര്യം. NDAക്ക് സംബന്ധിച്ചിടത്തോളം അനൂപ് ആന്റണിക്ക് കൃത്യമായ മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലിന് അടിസ്ഥാനമാകുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം യുവ വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്തുണ അനൂപ് ആന്റണിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ വോട്ടിംഗ് ഷെയറിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. യുവ വോട്ടർമാരും ഒപ്പം തന്നെ ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകളും കൂടുതലായി അനൂപ് ആന്റണിക്ക് കൂടുതൽ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ വോട്ട് ഷെയറിൽ നിന്ന് വ്യക്തമാകുന്നു. ഒപ്പം തന്നെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ നെടുമ്പറം, കുറ്റൂർ ഉൾപ്പെടെയുള്ള കുന്നന്താനം ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഒപ്പം തിരുവല്ല നഗരസഭയുടെ സൗത്ത് നോർത്ത് പ്രദേശങ്ങളിലും വൻ മുന്നേറ്റമാണ് അനൂപ് ആന്റണി കാഴ്ചവെച്ചിരിക്കുന്നത്. വലിയ പ്രകടനമാണ് ഈ ഭാഗങ്ങളിൽ. കുറ്റൂർ, കുന്നന്താനം, നെടുമ്പറം പഞ്ചായത്തുകളിലും തിരുവല്ല നഗരസഭയുടെ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലും ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കാത്ത വലിയ മുന്നേറ്റം സാധ്യമാകുമ്പോൾ അത് ഗ്രാമനഗര പ്രദേശങ്ങളിൽ വ്യത്യാസമില്ലാതെ NDAക്ക് മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ NDAക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ്. ഒപ്പം LDFന്റെ പരമ്പരാഗതമായിട്ടുള്ള ചില വോട്ട് ബാങ്കുകളുണ്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ കൃത്യമായ വിള്ളൽ LDFന്റെ വോട്ടുകളിൽ വീഴ്ത്താൻ അനൂപ് ആന്റണിയിലേക്ക് വോട്ട് ഷെയർ വരുത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം അവിടെ സാധ്യമായിട്ടുണ്ട്. അത് LDF ക്യാമ്പിനെ ഞെട്ടലിലാക്കിയിട്ടുണ്ട്. അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന കോട്ടകളിൽ നിന്നും അനൂപ് ആന്റണിക്ക് വോട്ട് ഷെയർ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. മിഥുൻ, അവിടുത്തെ സിറ്റിംഗ് MLA 2006 മുതൽ തുടർച്ചയായി അവിടെ വിജയിച്ചു വരുന്ന മാത്യു ടി തോമസിനെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി അനൂപ് ആന്റണി അവിടെ 2ാമതെത്തുന്നു. ഏറ്റവും നിർണായക ഫാക്ടറായി അനൂപ് ആന്റണി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ മാറി. മുൻപ് BJP ഒരിക്കലും ലീഡ് ചെയ്യുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ BJP അവിടെ ലീഡ് ചെയ്യുകയും വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 2031-ൽ ചില അത്ഭുതങ്ങൾ തിരുവല്ലയിൽ ഉണ്ടാകുമെന്ന കൃത്യമായ സന്ദേശമാണ് BJPയുടെയും അനൂപ് ആന്റണിയുടെയും ഈ വോട്ട് ഷെയർ നൽകുന്ന സന്ദേശം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.